ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇനി ഒരു 2 ഫുള്ളും കൂടെ ഉണ്ട്. ഇത് കൈയടിക്കുക സീനില്ല. എന്നാലേ കപ്പയും മീനും കൂടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുപ്പിയിൽ സാധനം എന്ന് പറഞ്ഞാൽ മൊത്തം ലാസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഒരു ഇതെടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കും മൊത്തത്തിൽ. എന്നിട്ട് ഒരു 2 ദിവസം അതിലെ വെള്ളം കുടിക്കുള്ളൂ. ആ രുചി കിട്ടാൻ വേണ്ടി 2 ദിവസം അതിനകത്ത് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ. ഞാൻ അങ്ങനെയാണ്, വേസ്റ്റ് വരില്ല. അത് അമൃതാണ്, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നീ മലയാളി തന്നെ സത്യം. അയ്യോ, അതിപ്പോ എന്താ ഈ ഡയലോഗ് എത്ര വലിയ വലിയ ആൾക്കാർ ഫിലിമിലൊക്കെ പറയുന്നുണ്ട്. അവർ വെള്ളം അടിക്കണ സീൻ കാണിക്കണം. മാമൻ ദ സ്റ്റണ്ടർ. സൈക്കിൾ ഓടിക്കാറുണ്ട്. ആ പിന്നെ ഞാനിവിടുത്തെ സ്റ്റണ്ടറാണ്. സ്റ്റണ്ടർ പിന്നെ ഞാൻ ഓടിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പം ധൂമാണ് ഓടിച്ചാണ്. ഈ കൊച്ചുണ്ടോ ഇന്ന് നമ്മളതിനകത്ത് വന്നതിനകത്ത്? പക്ഷേ ഇതിനെ കാണാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു വാക്ക് കൊടുത്തിട്ട് തെറ്റിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഈ കൊച്ചുണ്ടായിരുന്നു ഇന്ന് വന്ന് നമ്മുടെ ഗ്യാങ്ങിനകത്ത്? പിന്നെ ഞാനിവിടുത്തെ സ്റ്റണ്ടറാണ്. സ്റ്റണ്ടർ. ഓക്കെ മാമ. ഇല്ല അണ്ണ, ഇതെങ്ങനെയുണ്ട്? ബോബിന് സെറ്റായി. എന്റെ പൊന്നെ, എന്ത് കൺട്രോളാടാ ഈ സാമാനം കൺട്രോൾ, എന്ത് പാടാന്നറിയോ? ഇവൻ ബെസ്റ്റ് ഡ്രൈവർ. ഒരു രക്ഷയില്ല ബ്രോ, വിഷയം. എന്റെ പൊന്നോ, അതെങ്ങനെ ഓടിച്ചു ഇത്? മേടിക്കും. കൊള്ളാലേ? ബ്രോ അടിപൊളി ബ്രോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ തുള്ളാൻ തോന്നുന്നു കേട്ടോ. ഈ പാട്ട് ഭയങ്കര രസമാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കിടിലൻ ബ്രോ, കിടിലൻ. നല്ല വീഡിയോ, നല്ല വീഡിയോ. ബിഗ് ഷൗട്ട് ഔട്ട് നിതിൻ ബ്രോ, ബിഗ് ഷൗട്ട് ഔട്ട്. ഒന്ന് കണ്ടു നോക്ക് ബ്രോ. ഒന്നോ ഇത് എന്ത് ഫയലാണിത്? ഇതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും? മേലോട്ടല്ലേ പോകണ്ടേ? വിഷം മെന്നിയാണ് മിഡ്നൈറ്റ് 2 AM വിത്ത് മെന്നീസ് ഏഞ്ചൽ. ഞാൻ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. നാളെ വാസു എണ്ണം വരും. വാസു എണ്ണാണെങ്കിൽ പെൺപിള്ളേർ അങ്ങോട്ട് പോയി സംസാരിക്കണമെന്ന് ഇഷ്ടമല്ല. ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ പോലും സംസാരിക്കില്ല, മനസ്സിലായില്ലേ? മിണ്ടായിരുന്നടാ, കേൾക്കണില്ല. കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമല്ല, മനസ്സിലായ? ചിലപ്പോ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ പോലും തിരിച്ച് സംസാരിക്കില്ല, മനസ്സിലായില്ലേ? തിരിച്ച് സംസാരിക്കാം, പക്ഷെ വാസുവണ്ണൻ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി മൈൻഡ് ചെയ്യാത്ത നടന്നു പോകണം. അതാണ് വാസുവണ്ണന് ഇഷ്ടം. അതെ. അതുകൊണ്ട് രണ്ടുപേരും അത് ഓർത്ത്. നിനക്കൊക്കെ കുടുംബശ്രീയെ പറഞ്ഞിട്ടുള്ളൂ. എടാ ഇതിനകത്തെ വലിയ വലിയ യൂട്യൂബേഴ്സ് എടാ നോക്കുക. ഓക്കെ. എടാ ഇതിനകത്തെ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ സ്ക്രീൻ പിന്നെ ആരടാ ലോബി കയറ്റി? എടാ ഇവരുടെ എക്സ്യൂട്ട് ഇട്ട് നിൽക്കുന്നതും M4 പിടിച്ചോണ്ട് നിൽക്കുന്നതും ഇമോട്ട് ഇട്ടോണ്ട് നിൽക്കുന്നതും മെത്തിക് ഫാഷൻ ഇട്ടോണ്ട് നിൽക്കുന്നതും എല്ലാ ഫോട്ടോസ് ഇവരുടെ കൂടെ ലോബി നിൽക്കുന്ന പോട്ട് തോന്നണം. കേരള പോയി സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണ്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലെന്ന് പറഞ്ഞ് മാറിയുന്ന ദേ ഫീൽ ഇൻസൾട്ട് അല്ലേ? ഇതും
ഇതും അങ്ങനെ എടുത്തതാണോ? യെസ്. ലെവിനോ പബ്ജി. ഞാൻ കേറി സ്ക്രീൻഷോട്ട് പ്രോജക്റ്റ് ദുബായ് പെട്ടി പൊട്ടിക്കൽ കാസ്ട്രോ. Look here. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗണ്ട്, 5 കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക്, ഇത് അമ്പുമില്ല് ഗൂർഖ ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബോംബുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവും. അയ്യോ എൻ്റെ സാധനം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ 2-3 പെട്ടി പൊട്ടിക്കേണ്ട കാണണം. എനിക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തില്ലെന്നുള്ളൂ, മടിയായതുകൊണ്ട് ലൈവിലൊക്കെ അൺബോക്സ് ചെയ്തതാ. വയ്യായിരുന്നു. കാസ്ട്രോ സ്പെഷ്യൽ വോയിസ് പാക്ക് ഈസ് ഹിയർ. കാസ്ട്രോ സ്പെഷ്യൽ ഫസ്റ്റ് എയ്ഡ് ആരെയിലുണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. കിട്ടി മോനെ. ഇനി കാണാൻ പോകുന്ന ചരിത്രം. ഞാൻ അടിക്കാൻ പോവാ. അതെന്തിനാത്? ഞാൻ അടിക്കാൻ പോവാ. എല്ലാരും കിടക്ക്. ആരും പേടിക്കണ്ട, ഓടിക്കോ. ഓ ചേട്ടാ, കുറച്ച് ചോറ് വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാൻ വേണ്ട. തൈര് ഒഴിച്ചു വേണ്ട. ഒരുത്തനെ ഇവിടെ കാണാലോ. എവിടെ പോയി കിടക്ക? രക്ഷിക്കണേ, എന്നെ അവര് പറഞ്ഞു. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. വണ്ടി കയറ കുരിപ്പേ. ഏതല്ലേ അത് കേട്ടാ? വോയിസ് ഓണാക്ക്. വോയിസ് ഓണാക്കാൻ. എന്റെ അമ്മോ ഇജാദിക്ക്. എന്റെ പൊന്നോ. വിക്ടർ അണ്ണ മോട്ടിവേഷണൽ സ്റ്റോറി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയും അത് 8 നിലയിൽ പൊട്ടുകയും തന്റെ മാതാപിതാക്കൾക്ക് പോലും വേണ്ടെന്ന് പറഞ്ഞ ഉപേക്ഷിച്ച മകൻ. തനിക്ക് പഠിക്കാനും മറ്റു പല കാര്യത്തിനും കഴിവില്ലെങ്കിലും താൻ എങ്ങനെയെങ്കിലും 4 ആളുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. താൻ അതുകൊണ്ട് തൻ്റെ കാമുകിയെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം തൻ്റെ കാമുകി വരെ ഉപേക്ഷിക്കുന്ന ഒരു കാലമുണ്ട്. കളിയാക്കിയും കുറ്റപ്പെടുത്തിയും തരം താഴ്ത്തിയും ബാക്കിയുള്ളവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ഒരാളെങ്കിലും അറിയണമെന്നൊരൊറ്റ വാശി കൊണ്ട് നടന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ. തലയിൽ മുടി വളരാത്തതിന്റെ പേരിൽ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയും തരം താഴ്ത്തിയും ഇവന്റെ മുഖം കാണാൻ ആരെങ്കിലും പബ്ജി ഓപ്പൺ ചെയ്യുമെന്ന് വരെ എഴുതി തള്ളിയവർ വരെ ഇവന്റെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതൊരു 1.5 സന്തോഷം. എല്ലാവരുടെയും കൂടെ നിന്നിട്ടും പണ്ടാരും തിരിഞ്ഞു പോകാത്തൊരു വ്യക്തി, ഇന്ന് ഒരാളും മറക്കാത്തൊരു വ്യക്തി, ഓരോ പബ്ജി പ്ലേയേഴ്സും തുടങ്ങുന്ന കാലം തൊട്ട് കാണുന്ന വ്യക്തി, പ്രമുഖ ക്യാരക്ടേഴ്സിൽ നിന്ന് അപമാനിക്കപ്പെട്ട ഇന്ന് അവരെക്കാട്ടിലുമൊക്കെ ഫാൻസ് ഉള്ള ഒരേ ഒരു വ്യക്തി, ഒരൊറ്റ പേര്. മോട്ടിവേറ്റഡ് ആയോ നിങ്ങൾ? എന്റെ പൊന്നോ. വിക്ടർ അണ്ണൻ ഫാൻസ്. ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരട്ടെ. നിങ്ങളെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടോ, അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ നിന്റെയൊക്കെ കയ്യിലിരിപ്പിനാ. മാറ്റിയാൽ എല്ലാം മാറും. മനസ്സിലായോ? നന്നാവ്. TKRP സിറ്റി, മരിയ, ഐറിൻ, ലിസ, ബാർബി, കൺമണി, മാളക്കുട്ടി, രായം, ബാബു, മെന്നിയ. ഓ, ഞാൻ ദുബായിലായിരുന്നല്ലോ അല്ലേ. Hope you guys like the complete actor. ഞാൻ എന്താകണം നിങ്ങൾ പറയൂ. ഞാൻ ആ വേഷത്തിലാക്കാം. രായകാക്കയോ? ഏതോ പട്ടി. അമ്മുക്കുലിസ് രായം കാക്കയായി. എന്റെ അമ്മോ, ഉമ്മുക്കുലിസ് രായം കാക്കയോ? അയ്യോ എന്റെ അമ്മോ.
ഹലോ ഏഞ്ചൽ ഇത് ഒഴിഞ്ഞേക്ക് എന്നാലും ശരിയാവും. ഫീമെയിൽ മൊളസ്തർ തീട്ടപ്പട്ടി. എന്റെ പൊന്നെ, അത് കണ്ട എന്ത് വൈബാ നോക്ക്. ഓ ലാസ്റ്റ് ദിവസത്തെ കളി മറ്റേ കലൂര് മറ്റേ സ്ക്രീനിലുണ്ടെങ്കിൽ പോണം, ഉറപ്പായിട്ടും പോണം. എൻ്റെ പൊന്നോ വിഷയമല്ലേ ഇജ്ജാതി അത് കണ്ടപ്പോ എൻ്റെ പൊന്നോ. ലേ വാസു ഇൻ ദുബായ്. സത്യം, ഞാൻ അവിടെ വെച്ച് ഏതോന്റെ ലൈവ് കണ്ടാലും എല്ലാവരും പെണ്ണുങ്ങളും കൂടെ എല്ലാവരും ദുബായ് പോകണ്ടായിരുന്നു. അയ്യോ പെങ്കൊച്ചായിട്ട് വരുമ്പോ കറക്റ്റ് ചിക്കല്ലേ. വിഷയം കുളിച്ച് മരിച്ച ഇലക്ട്രോൺ. ലേ ഹോമി വെനെവർ എനി ഗേൾ ആസ്ക് അബൌട്ട് മീ. അയ്യോ ഇത് വെറുതെ കള്ളനാണ്, പഠിച്ച കള്ളപ്പട്ടിയാണ്. അവരുടെ അടുത്ത് പോയില്ലേ ജീവിതം കോഞ്ഞാട്ടായി പോവും. ആ പരിസരത്തോട്ടേ പോരുത്. ചാതി കുത്തിത്തിരിപ്പൊക്കെ 30+ വീരൻ. അയ്യോ ഞാനേ ഈ ഏണ് ഞാൻ ബാക്കി വരാം. കയറിക്കും ഐശ, എനിക്ക് ഭയങ്കര സങ്കടം ഈ ഫ്രണ്ടിൽ കയറി പോണെങ്കിൽ. ഐശ എന്തോ അവോയ്ഡ് ചെയ്യണമല്ലുണ്ട്. ഐശ പൊട്ടെന്ന് പോലെ ഒരു കാര്യം പറയട്ടെ ഐശ, ഈ ഡ്രസ്സിന്റെ കൂടെ പാന്റ് തീരെ ചേരണില്ല കേട്ടോ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ പാട്ടി. അയ്യോ രായെന്ന് ഇപ്പൊ പുതിയതിനെ പ്രപ്പോസ് ചെയ്താ. ഓ അപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് ഡിപ്രഷൻ ആയിരിക്കും. ഇത് ആരെയാണ് ഇവൻ പ്രപ്പോസ് ചെയ്യുന്നത്? ഐ ലവ് യു അമ്മുക്കുട്ടി എന്തോ പറഞ്ഞേ. റിബലിന്റെ ഒക്കെ ലൈവ് ഏറ്റവും കൂടുതൽ കാണണം വെന്റിയാണെന്നാ പറഞ്ഞു. ആശുപത്രി കഴിഞ്ഞ മാസത്തെ. അയ്യോ മാമൻ മൂഞ്ചി കൊണ്ട് കാണിച്ചാ ഒന്നുമില്ല. സെറ്റടാ.
എക്സാം ക്വസ്റ്റ്യൻസ് ബി ലൈക്ക് വിച്ച് ഈസ് ഈഗിൾ എ ബി. ഇതാണ് ഈഗിൾ, ഇത് ഫാൽക്കൺ ആണ്. ആ ഫോട്ടോ ഇത് പരുന്തല്ല, ഇത് ഫാൽക്കൺ ആണ്, ഈഗിൾ അല്ല ഇത്.